നോയമ്പിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങൾ ദൈവത്തിന്റെ കാരുണ്യം പെരുമഴ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും മാറ്റം സംഭവിക്കുകയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കാരുണ്യം കടന്നു ചെല്ലുമ്പോഴവിടെ മാറ്റം സംഭവിക്കുകയും പരിശുദ്ധ അമ്മ അതിനുവേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. കാനായിൽ സംഭവിച്ചത് അമ്മ അവിടെ ഉണ്ടായിരുന്നു. അമ്മ അവിടെ ഉണ്ടെങ്കിൽ ആരുണ്ട്? യേശു അവിടെ. അമ്മയുള്ളിടത്ത് യേശു ഉണ്ട്. അമ്മ എന്ന് പറഞ്ഞ് അവൻ പറയുന്നത് കേൾക്കുമോ? അവൻ പുത്രനോട് പറഞ്ഞെന്താ? അവിടെ വീഞ്ഞു തീർന്നു പോയിരിക്കുക. എവിടെയോ ഒരു ദൈവാനുഗ്രഹത്തിന്റെ കുറവ് ആ ഭവനത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ശുചീകരണം സംഭവിച്ചിട്ടില്ല. അവിടെ ശുചീകരിക്കപ്പെടണം. അതുകൊണ്ടാണ് ശുചീകരിക്കപ്പെടണം. എന്ത് വരണം? പരിശുദ്ധാത്മാവ് വരണം, ജലം വരണം. ദൈവ സാന്നിധ്യത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അടയാളമായ ജലം അവിടെ വന്ന് നിറയണം. എന്തുമാത്രം നിറയണം? വക്കോളം നിറയപ്പെടണം. അവൻ പറഞ്ഞതാ, ഞാൻ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, അധികമായി ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകും. നമ്മളൊരു കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം കേട്ടു. അമ്മച്ചിക്ക് ഹാർട്ടിന് പ്രശ്നം വന്നപ്പോൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ ഹാർട്ടിന്റെ ഒരു ഭിത്തിയുടെ കനം കുറഞ്ഞു പോയി. വാൽവ് ഒന്ന് ബ്ലോക്ക് ആയിരിക്കും. ഹാർട്ടിലേക്കുള്ള പമ്പിങ് 70% എങ്കിലും വേണം. അത് വെറും 20% മാത്രമേ ഉള്ളൂ. കണ്ണുനീരോടെ ആ മകൻ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ കാരുണ്യം അവരുടെ ഒഴുകി ഇറങ്ങുകയാണ്. അവിടെ മാറ്റം സംഭവിക്കുക, രൂപാന്തരീകരണം സംഭവിച്ചു. ആ ഹാർട്ടിനൊരു മാറ്റം സംഭവിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവിടെ കടന്നില്ലെങ്കിൽ നമ്മളിവിടെ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി അധികമായിട്ടുള്ള പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ട്. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി പറയുമ്പോൾ എന്നെ സമയത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ വരും. എനിക്ക് നിങ്ങൾക്കുള്ള കുഴപ്പമില്ല, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കാതെ വരും. നമ്മളെന്താ ചെയ്യണ്ടേ? ആത്മാവിനെ വിളിച്ച് നിരന്തരം പ്രാർത്ഥിക്കും. ഈശോ ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, എന്റെ ആത്മാവിനെ ഞാൻ അധികമായി നിങ്ങൾക്ക് തരും. കൂടുതൽ തരാന്ന് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ദൈവശക്തി നമ്മളിൽ വന്ന് നിറയപ്പെടുകയും. മകൻ വന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറയും. നമ്മളോട് വിളിച്ച് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവെ വന്ന് നിറയണേ. ഈ മകൻ എന്നെ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവെ വന്ന് എന്റെ അമ്മയിൽ നിറയണേ. പരിശുദ്ധാത്മാവ് അമ്മയിലേക്ക് വന്ന് നിറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെ ഒരു മാറ്റം സംഭവിക്കുകയും. അവിടെ എന്ത് മാറ്റം സംഭവിച്ചു? അവിടെ ദൈവ സാന്നിധ്യം കടന്നു. നമ്മുടെ ഹാർട്ട് ആരുടെ ഹാർട്ടായിട്ട് മാറുക? ദൈവത്തിന്റെ ഹാർട്ട്. അപൂർണതയെ നീക്കിക്കളയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് കിടന്നപ്പോൾ അവിടുത്തെ അപൂർണത വിട്ടുമാറിയപ്പോൾ ഹാർട്ടിന് നോർമലായിട്ടുള്ള പമ്പിങ് ഉണ്ടായി. ഹാർട്ടിന്റെ ഭിത്തി നോർമലായി, വാൽവ് തുറക്കപ്പെടുകയും വിശ്വാസത്തിലൂടിയ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു നിറയുന്നു. അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതങ്ങളിൽ നിറവേറട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ അമ്മച്ചിയുടെ ഹോസ്പിറ്റലിൽ കിടക്കുക, നിന്റെ ഹിതം എന്താണെന്ന് വെച്ചാൽ അതവിടെ നിറവേറട്ടെ. രാവിലെ ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു, കൊച്ചിന്റെ പരീക്ഷ എഴുതാൻ പോവുകയാണ്. ബ്രദർ അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഞാൻ നേർച്ച കാഴ്ചകളില്ലേ ഞാൻ പറഞ്ഞു, പോവാം. ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അത് മാത്രം നടക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവഹിതം അല്ലാത്ത ഒരു പ്രവൃത്തി നമ്മൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് അത് കിട്ടിയേ പറ്റത്തുള്ളൂ. നേർച്ച കാഴ്ചകൾക്ക് കൊടുത്തത് വാങ്ങിച്ച് ആ കൊച്ചിനെ അങ്ങോട്ട് വിട്ടിട്ട് അവിടെ ചെല്ലുമ്പോൾ അത് എന്തെങ്കിലും ഒരു വഴി തെറ്റിപ്പോയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കത്തില്ല. മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുകയാണ്, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കത്തില്ല. നിങ്ങൾ ദുഷ്ടനായ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ സർവശക്തനായ ദൈവം എങ്ങനെ ആ അനുഗ്രഹം കൊടുക്കും? പ്രിയപ്പെട്ടവരെ, ചോദിക്കുന്നതല്ല, അത് അനുഗ്രഹമാണെന്ന് ഞാൻ ചോദിക്കുക, അത് എങ്ങനെ കൊടുക്കാൻ സാധിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തി. എല്ലാം ഞാൻ ചോദിച്ചേക്കും. ദൈവം പരിശുദ്ധ അമ്മ പറഞ്ഞെന്താ? ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അതെങ്കിൽ നിറവേറട്ടെ. ഈ കുഞ്ഞവിടെ പഠിക്കുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ അത് നിറവേറട്ടെ. പുത്രനോട് അമ്മ പറഞ്ഞെന്താ? ഇവിടെ വീഞ്ഞു തീർന്നു പോയിരിക്കുകയും കൽഭരണികള് കാലിയായിരിക്കുകയും. അപ്പൊ അമ്മ പറഞ്ഞപ്പോ പുത്രന്റെ സമയമായിട്ടില്ല. സ്ത്രീ എനിക്കുന്നില്ലെന്ന് രൂപാന്തരീകരണത്തിന്റെ സമയമായിട്ടില്ല. വിശ്വ രൂപാന്തരപ്പെടുന്നതിനെ കുറിച്ച് വിശ്വോട് പറഞ്ഞു കൊടുക്കുകയും
വെള്ളം വീഞ്ഞായിട്ട് മാറുമ്പോൾ അവിടെ രൂപാന്തരീകരണം സംഭവിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ അപമാനങ്ങളും നിന്ദനങ്ങളും തകർച്ചകളും ദാരിദ്ര്യവും പട്ടിണി അപമതികളെല്ലാം ആ ഭവനം വിട്ടുമാറിപ്പോയി. പ്രിയ ദൈവജനമേ, സമയമായിട്ടില്ല. പക്ഷെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ അവിടെ എന്ത് സംഭവിച്ചത്? അവിടെ ആ അനുഗ്രഹം നേടിയെടുക്കുക. അമ്മ എന്ന് പറഞ്ഞ പരിചാരകൻ അവൻ പറയുന്നത് കേൾക്കും. ഇവിടെ നമ്മുടെ വചനം കേൾക്കുവാൻ ശ്രദ്ധയോടെ നമ്മൾ കർത്താവിന്റെ ആലയത്തിൽ കടന്നത് വചനം കേൾക്കുവാൻ വേണ്ടി അവൻ പറയുന്നത്, ഇന്ന് എന്നോട് അവൻ എന്താ സംസാരിക്കുന്നത്, ആ സംസാരിക്കുന്നത് കേൾക്കുവാൻ ജാഗ്രതയോടെ ഞാൻ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ വചനത്തിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെടുകയും അനുദിന ബലിയിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെടുകയും വചനം കേട്ട് കർത്താവിനെ സ്വീകരിക്കുമ്പോൾ ആ വചനത്തിലൂടെ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ജീവനും നവീകരിക്കപ്പെടുകയും പരിശുദ്ധി അപയോഗിച്ചത് എങ്ങനെ അത് അനുഭവിക്കാൻ സാധിക്കും? പരിശുദ്ധി അപയോഗിക്കുക, പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വരാതെ ഒരിക്കലും ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ആവസിക്കപ്പെടും. ഇത് അമ്മ ഉണ്ണിശാലയില് അമ്മ അപ്പസ്വലന്മാരെ പഠിപ്പിച്ചത് ആകുലത, നിരാശ, കുറ്റബോധം, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ഒരു വഴിയില്ല, വഴിമുട്ടിയ ഒരു ജീവിതം. ആ ഒരു അവസ്ഥയിൽ നിന്ന് അപ്പസ്വലന്മാരെ എല്ലാം വിളിച്ചിരുത്തി പരിശുദ്ധ കന്യാമറിയം പ്രാർത്ഥിക്കാൻ അമ്മ പഠിപ്പിക്കും. ഈ ആകുലതകളെ, നിരാശയും മറ്റു ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രാർത്ഥനയാണ് ഉണ്ണിശാലയിൽ നടന്ന വലിയ പ്രാർത്ഥന. ഇത് അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന. പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇവിടെ നമുക്ക് കടബാധ്യതകളുണ്ട്, രോഗങ്ങളുണ്ട്, തകർച്ചകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വിശ്വാസക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മുടെ ഭവനങ്ങളിലൂടെ കടന്നു പോവുകയും പൈശാചിക പീഡകൾ തന്നെയുണ്ട്. ഇതെല്ലാം വിട്ടൊഴിഞ്ഞു പോകണം. പരിശുദ്ധാത്മാവ് വരും. എന്റെ ജീവിതത്തിലെ തകർച്ചകള്, എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികള്, എന്റെ പ്രശ്നങ്ങൾ നീങ്ങിപ്പോകണമെങ്കിൽ അവിടെയുള്ള അപമാനങ്ങളും നിന്ദനങ്ങളും പീഡകളും വ്യാധികളും രോഗങ്ങളും എല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടകന്നു പോകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് എന്തിനെ കുറിച്ച് പഠിപ്പിക്കുക? നമ്മുടെ പാപത്തെ കുറിച്ച് പഠിപ്പിക്കുക, നീതിയെ കുറിച്ച് പഠിപ്പിക്കുക, ന്യായവിധിയെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക. അപ്പൊ അമ്മ പരിപൂർണമായി തന്നെ സമർപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അമ്മയിലേക്ക് വന്ന് നിറയുകയും ദൈവമഹത്വം അമ്മയിലേക്ക് വന്ന് നിറഞ്ഞപ്പോൾ അമ്മ ആരായി തീർന്നു? വാഗ്ദാനത്തിന്റെ പേടകമായി പരിശുദ്ധ കന്യാമറിയം മാറി. വാഗ്ദാന പേടകമായി അമ്മ രൂപാന്തരപ്പെടുകയും മാറുകയും ദൈവ സാന്നിധ്യം കടന്നു വന്നപ്പോൾ അമ്മ എന്തായി മാറി? മറിയം പരിശുദ്ധ മറിയമായി, പരിപൂർണമായ വിശുദ്ധിയുടെ പൂർണ്ണതയായി ദൈവത്തെ വഹിക്കുന്ന ഒരു വ്യക്തിയായി അമ്മ രൂപാന്തരപ്പെടുകയുടെ മാറ്റം സംഭവിക്കും. ഇതേക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം എന്ന് പഠിപ്പിക്കുന്നത് 3-ാം അധ്യായം 3-ാം അധ്യായം 15-ാം തിരുവചനം, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതയുള്ളതാക്കും. പരിശുദ്ധ അമ്മയിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ശത്രുതയുണ്ടാവും. ആരുമായിട്ട്? പിശാചുമായിട്ട് ഒരു ശത്രുതയുണ്ടാവും. ഒരു ശത്രുവിനെ തകർക്കുവാനുള്ള വലിയ ശക്തി കടന്നു വന്നപ്പോഴും ശത്രു എതിരെ വന്നിരിക്കുകയും തന്റെ തലയെ തകർക്കുന്നു. അതിലൂടെ പരിശുദ്ധ അമ്മയിലെ യേശു കടന്നു വന്നപ്പെടുന്നത് നീയും സ്ത്രീയും തമ്മിൽ നിന്റെ സന്തതിയും അവളുടെ സന്തതിയും ഞാൻ ശത്രുതയുള്ളൂ. നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതയുള്ളൂ. അവൻ നിന്റെ തല തകർക്കും. പരിശുദ്ധ കുർബാനയായി
മാറിയപ്പോൾ പ്രിയപ്പെട്ടവരെ സാത്താന്റെ തല അതിലൂടെ തകർക്കപ്പെടുകയും പരിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ശരീരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നാം ഓരോരുത്തരും വാഗ്ദാനത്തിന്റെ വേഗമായി തിരികെ പ്രിയ പരിശുദ്ധ കന്യാമറിയം പരിശുദ്ധ കുർബാനയിലൂടെ ഒഴുകുന്ന ദൈവ സാന്നിധ്യത്തെ കുറിച്ചാണ് പരിശുദ്ധ അമ്മ അപ്പസ്തോലന്മാരെ പഠിപ്പിച്ചത്. ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. വാഗ്ദാനത്തിന്റെ പേടകമായ പരിശുദ്ധ അമ്മ. വാഗ്ദാന പേടകത്തിനുള്ളിൽ എന്താ ഉള്ളത്? ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് വാഗ്ദാനത്തിന്റെ പേടകത്തിനുള്ളിൽ ദൈവ സാന്നിധ്യം, കർത്താവിന്റെ അഭിഷേകം സാന്നിധ്യത്തിലുള്ള വാഗ്ദാനത്തിന്റെ പേടകത്തിലുള്ള അമ്മ ഇതാ പറഞ്ഞു. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ഉള്ളിലേക്ക് ആ ദൈവത്തിന്റെ സാന്നിധ്യം വന്ന് നിൽക്കുകയും പരിശുദ്ധാത്മാവ് ഒന്ന് പെട്ടെന്ന് സംഭവിക്കണം. അമ്മ ഇതെല്ലാം കാണും. സ്വർഗം കാണുക, ദൂതൻ ഇറങ്ങി വന്നപ്പോൾ അമ്മ കാണുന്ന സ്വർഗം കാണുക. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമായി തീരുവാൻ അമ്മ ആഗ്രഹിച്ചപ്പോൾ ദൈവജനം മുഴുവൻ ഇത് അനുഭവിക്കണം. എല്ലാ മക്കളും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കണമെന്നുള്ള വലിയ അമ്മയുടെ ആഗ്രഹം. അമ്മ ഇത് തിടുക്കമായ പറ്റിയ ഇത് എങ്ങനെയാ സംഭവിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ സംഭവിക്കുന്നത്? ഈ രക്ഷ നമ്മൾ എങ്ങനെ അനുഭവിക്കേണ്ടത്? വചനം നമ്മെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് വരാതെ ഇത് സംഭവിക്കത്തില്ല. മാമോദീസയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആവശ്യിക്കപ്പെടുകയും ഈ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ പാപത്തിൽ നിന്ന് വിട പറഞ്ഞ് ദൈവ സാന്നിധ്യത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിക്കുകയും പാപത്തെ ഉപേക്ഷിക്കുമ്പോൾ നിർമ്മലമായ ഹൃദയത്തിലൂടെ ഹൃദയമുള്ള വ്യക്തികളായി നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മളിൽ പ്രകടമാകുന്നു. പാപത്തെ ഉപേക്ഷിക്കുമ്പോൾ പാപിനിയായ സ്ത്രീ പാപത്തെ ഉപേക്ഷിച്ചപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യമായിട്ട് അവൾ മാറി. ശരീരത്തിൽ നിന്നൊക്കെ തിന്മ വിട്ടൊഴിഞ്ഞു പോവുകയും ആ വലിയ കാരുണ്യ ഈശോട് വെളിപ്പെടുത്തുന്നത്. പാപിനിയായ സ്ത്രീ ഈശോയുടെ ശരീരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമെന്ന് സംബന്ധിച്ചാൽ മാറ്റം സംഭവിക്കും. സമറിയക്കാരി സ്ത്രീയുടെ ജീവിതത്തിലും വലിയ മാറ്റം യേശുവിനോട് ചേർന്നിരുന്നപ്പോൾ എനിക്ക് നിന്ന് കുടിക്കണം. ആ വലിയ ദാഹം പ്രിയപ്പെട്ടവരെ, വചനം എനിക്ക് സ്വന്തമാക്കണം, എന്റെ ഉള്ളിലേക്ക് വചനം കടന്നു വേണമെന്നുള്ള ആ വലിയ തീക്ഷ്ണമായ ആഗ്രഹമാണ് സമറിയക്കാരി സ്ത്രീയെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. അത് കുടിക്കണമെന്ന് വേണം. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, അതുവരെ നീ ക്ലിയർ. ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ മാർഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവജലത്തിന്റെ അരിവിൽ നിന്ന് കുടിക്കുവാൻ സാധിക്കില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും പാപമാർഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവത്തെ അനുഭവിക്കുവാൻ സാധിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഇത് മാറ്റിക്കളയണം. നമുക്ക് മാനസാന്തരം ഉണ്ടാവും. എന്നെ കുറിച്ച് പറഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ കാണുകയാണ്. ഒരിക്കലും എന്നെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി എന്നെ കുറിച്ച് പറയുകയും പാപ വഴികളെ കുറിച്ച് വ്യക്തമാക്കി തന്നപ്പോൾ എന്റെ ജീവിതത്തിൽ നിന്ന് പാപം പടിയിറങ്ങിപ്പോയി എന്റെ ജീവിതത്തിലേക്ക് ദൈവ സാന്നിധ്യം കടന്നു. സിംഗാമെന്ന പട്ടണത്തിലേക്ക് ഈ സഹോദരി കടന്നിരിക്കുമ്പോൾ അവിടെയുള്ള ജനം മുഴുവൻ മാനസാന്തരപ്പെടുകയും ആ ജനം കൊണ്ടുവന്ന് കർത്താവിനെ അന്വേഷിച്ച് അവിടുത്തെ കണ്ടെത്തുകയും നീ പറഞ്ഞത് കൊണ്ടല്ലേ ഞങ്ങൾ അവനെ കണ്ടു, അവനെ ഞങ്ങൾ അനുഭവിച്ചു എന്ന് അവർ വ്യക്തമാക്കുകയും മാനസാന്തരത്തിന്റെ വലിയ ദൈവിക
അനുഭവം അവിടെ ഉണ്ടാവും. യേശുവിനെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മാറ്റം സംഭവിക്കും. യേശുവിനെ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാകും. 10, 40, 50, 60 ഒക്കെ ധ്യാനം കൂടി ഒരു മാറ്റവും ഇല്ല. ഹൃദയ കാഠിന്യ നിമിത്തം അനുഭവിക്കുവാൻ സാധിക്കത്തില്ല. ഇവിടെ നമ്മുടെ ഹൃദയം പരിശോധിക്കേണ്ടത്. എന്ത് പ്രാർത്ഥിക്കും ദൈവത്തോട്? ദൈവമേ, നിന്റെ ഹൃദയം പോലെ മാംസമായ ഹൃദയം നൽകി എന്നെ അനുഗ്രഹിക്കണേ. ദൈവത്തിന്റെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയം മാറ്റപ്പെടുന്നില്ല എങ്കിൽ ദൈവ അനുഭവത്തിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കില്ല. അമ്മ തന്നെ ലോകത്തിൻ്റെതായ ഒന്നും ഇനി വേണ്ട, ഒരു സൗഭാഗ്യങ്ങളും വേണ്ട, എല്ലാം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവമേ നിന്റെ ഹിതം മാത്രം നിറവേറണം, ദൈവത്തിന്റെ പദ്ധതി മാത്രം. ആ വലിയൊരു സമർപ്പണ ബോധമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് സമർപ്പണ ബോധം. നമ്മളെ തന്നെ നമുക്ക് ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന, സഭയ്ക്ക് വേണ്ടി നമ്മെ വിട്ടുകൊടുക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ ഉയരേണ്ടത്. കരമേറ്റുന്ന സ്തുതിക്കാം. സാമൂഹ്യ പ്രവാചകന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം തിരുവചനം. ദാവീദ് വീണ്ടും ഇസ്രായേലിലെ സമർത്ഥരായ 30,000 യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടി അവൻ അവരോടൊത്ത് സകല ജനത്തോടും കൂടെ കിരുബുകൾക്കിടയിൽ സിംഹാസനത്തിനായിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവ് എന്റെ നാമം വഹിക്കുന്ന ദൈവത്തിന്റെ പേടകം കൊണ്ടുവരുവാൻ വേണ്ടി പോവുകയാണ്. പുതിയ കാളവണ്ടിയിൽ ദൈവാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് തന്റെ ദേശത്തേക്ക് കൊണ്ടുവരിക. എന്താ ആ വാഗ്ദാന പേടകം കൊണ്ടുവച്ച എന്താ സംഭവിക്കുന്നത്? വലിയ ദൈവാനുഗ്രഹം ഉണ്ടാവും, അഭിവൃദ്ധി ഉണ്ടാകും, ദൈവത്തിന്റെ വലിയ കാരുണ്യം ഉണ്ടാകും. അവരെന്ത് ചെയ്തു? പുതിയ കാളവണ്ടിയുമായി പോയി ഈ വാഗ്ദാനത്തിന് പേടകം തപ്പും കിന്നരവും ഒക്കെ വേണ്ടി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് താളമേളങ്ങളോടുകൂടി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അവർ വാഗ്ദാന പേടകവുമായി അവർ കൊണ്ടുവരിക. വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട് അവർ തന്റെ ദേശത്തേക്ക് കൊണ്ടുവരികയും ഇവിടെ ഈ വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട് അവർ വരുമ്പോൾ അവർ നാക്കോന്റെ ബലിക്കണത്തിലെത്തിയപ്പോൾ കാള വിരണ്ടത് കൊണ്ട് ഉസ്സ കൈനീട്ടി ദൈവത്തിന്റെ പേടകത്തെ പിടിച്ചു. കർത്താവിന്റെ കോപം ഉസ്സായിക്കെതിരെ ജ്വലിച്ചു. അനാദരമായി പേടകത്തിന് നേരെ കൈനീട്ടിയത് കൊണ്ട് ദൈവം അവനെ കൊന്നുകളഞ്ഞു. ഈ വാഗ്ദാന പേടകവുമായി കടന്നു വരുമ്പോൾ ഇവിടെ വ്യതിക്രമത്തിലെത്തിയപ്പോൾ കാള ഒന്ന് വിരണ്ടു. ആ സമയത്ത് ഈ വാഗ്ദാന പേടകം ഒന്ന് ഉലഞ്ഞു. ആ സമയത്ത് പിടിച്ചു നിർത്തിയേക്കാന്നോ ഒന്ന് തൊടാനായിട്ട് എങ്ങനെ ചെന്നേ? അനാദരവോടെ, ആദരവില്ലാതെ വാഗ്ദാന പേടകത്തെ സ്പർശിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചത്? അവിടെ മരണം സംഭവിച്ചു. വാഗ്ദാനത്തിന്റെ പേടകമായ പരിശുദ്ധ അമ്മയോട് അനാദരവ് കാണിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വലിയ ആത്മീയ മരണം അവിടെ സംഭവിക്കുക. തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ഇവിടെ അങ്ങനെ ഈ മരണം സംഭവിച്ചപ്പോൾ കർത്താവിന്റെ പേടകം പരിപാടികളിൽ ഒരു സംഭവം സംഭവിച്ചപ്പോൾ അവിടെ രാജാവിന് എന്ത് സംഭവിച്ചു? രാജാവ് വാഗ്ദാന പേടകം അവിടെ ഉപേക്ഷിച്ചിട്ട് അവിടെ ഒരു ഭവനത്തിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയും ഇവിടെ അങ്ങനെ ആ